Top headlines. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 3 പേർ മരിച്ചത് പുക ശ്വസിച്ചല്ലെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വടകര, കൊയിലാണ്ടി, മേപ്പയ്യൂർ സ്വദേശികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ആന്തരികാവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് അയക്കും. റബ്ബർ വേടലിൽ നിന്ന് പുലിപ്പല്ല് കണ്ടെത്തിയതിൽ കേസെടുത്തതിൽ തെറ്റില്ലെന്ന് വനം മേധാവിയുടെ റിപ്പോർട്ട്. കേസെടുത്തത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച്. വേടനെതിരെ വനം വകുപ്പ് ശ്രീലങ്കൻ ബന്ധം ആരോപിച്ചത് ശരിയായില്ല. അന്വേഷണത്തിന് മുൻപ് മാധ്യമങ്ങളോട് വിശദാംശങ്ങൾ പറഞ്ഞതും തെറ്റെന്ന് വനം വകുപ്പ് മേധാവി. വനം വകുപ്പ് മേധാവിയുടെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. പിണറായി ദ ലെജൻഡ് എന്ന പേരിൽ ഡോക്യുമെന്ററിയുമായി CPIM സംഘടന. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഒരുക്കുന്ന ഡോക്യുമെന്ററിയുടെ സ്വിച്ച് ഓൺ മുഖ്യമന്ത്രി നിർവഹിക്കും. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിൽ ഭിന്നത. സംസ്ഥാന ജനറൽ സെക്രട്ടറി KN അശോക് കുമാറിനെ നീക്കി. തീരുമാനത്തിൽ പ്രതിഷേധിച്ച് അശോക് കുമാർ വിഭാഗം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ അശോക് കുമാർ പങ്കെടുക്കാറില്ലെന്ന് അധ്യക്ഷൻ PV ഹണി. പൂരത്തിനൊരുങ്ങി തൃശൂർ. പൂരനഗരിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചിഹ്നങ്ങളോ കൊടികളോ പാടില്ല. DMOയുടെ സർട്ടിഫിക്കറ്റ് പതിപ്പിച്ച ആംബുലൻസുകൾ മാത്രമേ നഗരത്തിലേക്ക് കടത്തിവിടൂ എന്ന് മന്ത്രി VN വാസവൻ. രാത്രി പ്രത്യേക ഗതാഗത നിയന്ത്രണം നടപ്പിലാക്കുമെന്ന് മന്ത്രി K രാജൻ. വിഴിഞ്ഞം തുറമുഖ വിവാദം തുടരുന്നു. വേദിയിൽ നേരത്തെ എത്തിയത് പ്രവർത്തകരെ കാണാനെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മന്ത്രി മുഹമ്മദ് റിയാസ് കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകനെന്ന് പരിഹാസം. ലൗഞ്ച് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാം എനിക്ക് വേദിയിൽ പോയി എന്നെ പ്രവർത്തകരെ കാണണം, അവരെ ഒപ്പം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേദിയിൽ കയറി. പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ കി ജയ് പറയുന്നു. ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് വല്ലാത്തൊരു സൂക്കേട്, സങ്കടം. BJP അധ്യക്ഷൻ വേദിയിലെത്തിയത് CPIM BJP അന്തർധാരയെന്ന് UDF കൺവീനർ MM ഹസൻ. പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ച് ഇന്ത്യ. ഇമെയിലുകളും പോസ്റ്റൽ പാർസൽ സർവീസുകളും മരവിപ്പിച്ചു. പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിക്കും പാക് പതാകയുള്ള കപ്പലുകൾക്കും വിലക്ക്. നടപടി രാജ്യസുരക്ഷയും പൊതുനയവും കണക്കിലെടുത്ത്. സിന്ധു നദീജലം തടഞ്ഞാൽ യുദ്ധമായി കണക്കാക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ഇന്ത്യയിൽ നിന്നുള്ള ഭീകരർ ശ്രീലങ്കയിലെത്തിയെന്ന സംശയം. കൊളംബോ വിമാനത്താവളത്തിൽ പരിശോധന. മലപ്പുറത്ത് ചക്ക വീണ് 9 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് ചങ്കുവെട്ടി സ്വദേശി കുഞ്ഞാലിയുടെ മകൾ ആയിഷ തസ്നി. അപകടം വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ. മാസപ്പടി കേസിൽ പ്രതികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടണമെന്ന BJP നേതാവ് ഷോൺ ജോർജ്. D വീണയുടെയും CMRലിന്റെയും സ്വത്ത് കണ്ടുകെട്ടണമെന്നാവശ്യപ്പെട്ട് SFIOയ്ക്ക് പരാതി. SFIO രേഖകൾ EDക്ക് നൽകാത്ത വിചാരണ കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഷോൺ ജോർജ്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ കൺസൾട്ടൻസി മേധാവി അറസ്റ്റിൽ. പിടിയിലായത് പത്തനംതിട്ട സ്വദേശി കാർത്തിക പ്രദീപ്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് തട്ടിയെടുത്തത് 3.5 കോടിയിലധികം രൂപ. ബിസിനസ് പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് 75 ലക്ഷം തട്ടിയ സംഭവത്തിൽ മുൻ RTO ജേഴ്സൺ, ഭാര്യ റിയ എന്നിവർക്കെതിരെ കേസ്.